ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ തലക്കെട്ട് നിഫ്റ്റി 1.8% ഇടിഞ്ഞു, നാളെ സൂക്ഷിക്കുക എന്ന ഈ ഒരൊറ്റ തലക്കെട്ട് കാരണം ഇന്ന് 70-ലധികം താങ്ക് യു മെസ്സേജുകളാണ് വാട്സപ്പിൽ എന്നെ തേടിയെത്തത്. എല്ലാവർക്കും നിങ്ങളുടെ സന്തോഷം എന്നെ കൂടി അറിയിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്നലത്തെ മാർക്കറ്റിൽ ഹ്യൂജ് ഫോൾ ആയിരുന്നെങ്കിൽ ഇന്ന് അത് പ്രതീക്ഷിച്ചിട്ട് രാവിലെ തന്നെ താഴോട്ടുള്ള എൻട്രികൾ എടുക്കരുത് എന്ന ഒരു വാർണിംഗ് ആയിരുന്നു ഞാൻ അതിലൂടെ സൂചിപ്പിച്ചത്. തീർച്ചയായിട്ടും ഒട്ടനവധി ആൾക്കാർ അത് വ്യക്തമായി മനസ്സിലാക്കി ആ രീതിയിൽ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ സന്തോഷം 100 പേര് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 പേരെങ്കിലും എന്നോട് ഷെയർ ചെയ്യാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. എന്തായാലും ഇന്നലെ ഞാൻ എന്താണ് പറഞ്ഞത്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നുള്ളത് സ്മാർട്ട് മണി കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ട്രേഡേഴ്സിന് അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇത് ഏകദേശം മനസ്സിലാവും. ഒരു വണ്ടിയിൽ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ട്രിപ്പ് അടിക്കുന്ന ഒരു വണ്ടിയിൽ ബസ്സിൽ 40 പേര് യാത്ര ചെയ്യേണ്ട ബസ്സിൽ 10 പേര് മാത്രമേ യാത്രയ്ക്ക് ഉള്ളൂ എങ്കിൽ ആ വണ്ടി ആ ട്രിപ്പ് അടിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് എത്തിക്കാൻ പറ്റില്ല. അതിൻ്റെ എണ്ണ അടിക്കാൻ പോലും ആ കാശ് തികയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തേടും കൂടുതൽ ആൾക്കാരെ കിട്ടുമോ എന്നുള്ള രീതിയിൽ അവർ ബസ് ഓപ്പറേറ്റേഴ്സ് ഒന്ന് നോക്കും. അപ്പോൾ ഇവിടുന്ന് 1 കിലോമീറ്റർ അല്ലെങ്കിൽ കണ്ണൂർ നിന്ന് പയ്യന്നൂർ വരെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒത്തിരി പേര് കോഴിക്കോട് പോകാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ ബസ് എടുത്ത് അവർ പയ്യന്നൂർ വന്ന് ഈ ആൾക്കാരെയും കയറ്റി ഫുൾ ടിക്കറ്റ് എടുത്ത് എല്ലാവരെയും കൊണ്ട് കോഴിക്കോടേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു പ്രതിഭാസം സ്റ്റോക്ക് മാർക്കറ്റിൽ കാണിക്കാറുണ്ട്. അതിനെ നോർമലി പറയാറുള്ളത് ലിക്വിഡിറ്റി ബിൽഡിംഗ് എന്നാണ്. അതായത് ഇപ്പോൾ ഈ മാർക്കറ്റ് നിഫ്റ്റി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഇനിയും മുന്നോട്ട് പോകാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിൽ പമ്പ് ചെയ്യാൻ പണം കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റീറ്റെയിലേഴ്സിനെയും മറ്റ് മാർക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ആൾക്കാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഫർദർ മുകളിലോട്ട് തന്നെ മാർക്കറ്റിനെ തള്ളിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ലിക്വിഡിറ്റി ബിൽഡിങ്. അതേപോലെ ലിക്വിഡിറ്റി ഒഴിവാക്കുന്ന പരിപാടിയുണ്ട്. ഒരുപാട് പേര് ഒരു ബസ്സിൽ 40 പേര് പോകാൻ സാധിക്കും, പക്ഷെ ഇപ്പോൾ 80 പേര് അതിനകത്തുണ്ടെങ്കിൽ ആ വാഹനത്തിന് അതും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു 10-50 പേരെ ഇവരെല്ലാവരും കൂടി പിടിച്ച് പുറത്ത് കളയും. അപ്പോൾ ബസ് വളരെ കൂളായി ഓടുന്ന രീതിയിൽ ലിക്വിഡിറ്റി കുറയ്ക്കുന്ന പരിപാടിയും ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത്, എന്തായാലും ഇതിൻ്റെ കൺഫർമേഷൻ പറയാറായിട്ടില്ല എങ്കിൽ കൂടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ പറയുന്നു, ഇവിടെ ലിക്വിഡിറ്റി ബിൽഡ് ആവാൻ വേണ്ടി നോർമലി ഏതൊരു റീറ്റെയിലേഴ്സ് ആയാലും നോർമലി ട്രേഡേഴ്സ് ഒക്കെ തന്നെ RSI ഫോളോ ചെയ്യുന്നവർ RSI 50 എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ലോങ് പൊസിഷൻസ് സ്റ്റോക്കുകളിൽ ചെയ്യുള്ളൂ. RSI ഇൻഡെക്സിൽ 50-50 താഴെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർ ലോങ് പൊസിഷൻസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ 82-ൽ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഓവർ ബോട്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ ഒരു കാശുള്ള ഒരാളും തന്നെ കൊണ്ട് ഇപ്പോൾ നിക്ഷേപം നടത്തില്ല അറിയുന്ന ഈ പിന്നിലുള്ള ആൾക്കാർ കൃത്യമായിട്ട് മാർക്കറ്റിനെ ചെറുതായി ഒന്നും താഴോട്ട് വലിച്ചു. അതോടുകൂടി RSI ഇപ്പോൾ 60-ലെത്തി 64-65-ലാണ് വന്ന് നിൽക്കുന്നത്. 68-ലാണ് ഇന്നത്തെ വാല്യൂ വന്ന് നിൽക്കുന്നത്. സോ ഇത് 50-ലേക്ക് ഇന്ന് മുകളിലോട്ട് പൊങ്ങി നാളെ ഒന്നുകൂടെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ RSI 50-ലെത്തും. നോർമലി അവിടെ ലോങ് ബിൽഡപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരു സാധ്യത മാത്രമാണ് എന്ന് കരുതി 50 കണ്ട ഉടനെ തന്നെ ലോങ് പൊസിഷൻ എടുക്കരുത്. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, RSI 50-ലെത്തിയാലാണ് മാർക്കറ്റിന് താഴോട്ടാണോ മുകളിലോട്ടാണോ പോകുന്നത് എന്ന ഒരു തീരുമാനം ഉണ്ടാകും. കയ്യാലപ്പുറത്ത് കയറുന്ന അവിടെ വെച്ചാണ്. അപ്പോൾ കയ്യാലപ്പുറത്ത് നിന്ന് താഴോട്ടാണെങ്കിൽ RSI ഫർദർ ഫോള് താഴോട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വരും. ഈ ഓവർ ബോട്ടിൽ വന്നതുപോലെ തന്നെ ഓവർ സോൾഡിലേക്ക് ഇറങ്ങിയിട്ട് 30-ലും ഒക്കെ വന്ന് നിൽക്കും. ആ സമയത്തേക്ക് ലോങ് പൊസിഷൻ വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 40-ന്റെ താഴെ എത്തിയാൽ തന്നെ ലോങ് പൊസിഷൻസ് എടുത്തു തുടങ്ങാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് RSI 50-ലേക്ക് എത്താൻ വേണ്ടിയാണ്. നിഫ്റ്റിയുടെ ഇപ്പോൾ 68-ൽ എത്തിയിട്ടുണ്ട്. 68-ൽ നിന്ന് താഴെ പോയിരുന്നു, ഇപ്പോൾ 68-ൽ എത്തി നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും 50-ലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആവശ്യമാണ്. അവിടെ കുറേ പേരെ ഈ വണ്ടി കയറ്റിയിട്ട് ഫർദർ ഒന്നുകിൽ മുകളിലോട്ട് അല്ലെങ്കിൽ നേരെ താഴോട്ട് പോകുന്നതാണെങ്കിൽ ഈ RSI 50, 48, 40 എന്ന് പറഞ്ഞ് താഴോട്ട് ഇറങ്ങിപ്പോകും. അപ്പോൾ ആരും തന്നെ ലോങ് പൊസിഷൻ അവിടെ എടുക്കില്ല. ഈ 50-ൽ നിന്നും തിരിച്ചൊരു പൊങ്ങൽ കാണുമ്പോൾ എല്ലാവരും അതിനകത്ത് ലോങ് പൊസിഷൻസ് ബിൽഡ് ചെയ്യും. അവിടെ പലപ്പോഴും ട്രാപ്പ് ഉണ്ടാവാറുണ്ട്. കാരണം 60-ൽ എത്തുമ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, എന്നിട്ട് മാർക്കറ്റിനെ ഒരൊറ്റയിടൽ താഴോട്ടിടും. അപ്പോൾ RSI 30 എത്തുമ്പോഴേക്കും ഇവിടെ 2000 പോയിന്റൊക്കെ താഴോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പ്രതിഭാസം കണ്ടുവരാറുണ്ട്. സോ ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു സൂചന തന്നത്. ഈ ഇന്നത്തെ മാർക്കറ്റിനെ കണ്ണടച്ച് പൊസിഷൻ എടുക്കരുത്, അത് ശ്രദ്ധിക്കണം എന്നുള്ള കറക്റ്റ് അതേ രീതിയിൽ തന്നെയാണ് ഇത് ഇന്ന് പോയിട്ടുള്ളത്. എന്തായാലും വളരെയധികം സന്തോഷം. ഒത്തിരി പേർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ. എന്തായാലും നമുക്ക്
ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കടക്കാം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ 100 പേരിൽ നിന്നും ഒരാളെ വിജയമായി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഒരു മാസത്തെ എൻട്രി നൽകുന്നതായിരിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങളാട്ടെ എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്കായി ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. US മാർക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആയതേ ഉള്ളൂ. എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണമാണ്. മാർക്കറ്റ് ഓവറോൾ സെന്റിമെന്റ്സ് വെരി ബുള്ളിഷ് ആണ്, പക്ഷേ ഇൻട്രാഡേയിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് വരുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ഇൻട്രാഡേയിൽ ബെയറിഷ് ആണ്. ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണെങ്കിലും ഇൻട്രാഡേയിൽ യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആണ്. ദെൻ നമുക്ക് ഏഷ്യൻ മാർക്കറ്റ് നോക്കാം. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 21,362 ട്രേഡിംഗ് നടക്കുന്നത്. 45 പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് നോർമലി മൊത്തത്തിലൊരു ഡയറക്ഷൻ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റി നോക്കി, ഗിഫ്റ്റ് നിഫ്റ്റി ഗ്രീനിലാണ്. സോ ഇന്ത്യൻ മാർക്കറ്റ് ഗ്രീനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഒരു മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റിയിൽ 116 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു വന്നത്. 312 പോയിന്റിന്റെ അഥവാ 1.48% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 21,033 നിന്നും 221 പോയിന്റ് ലാഭത്തിൽ 21,255 നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. BSE സെൻസെക്സിലേക്ക് വരികയാണെങ്കിൽ 585 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് കിട്ടിയത്. 1038 പോയിന്റിന്റെ അഥവാ 1.48% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 69,920 നിന്നും 944 പോയിന്റ് ലാഭത്തോടുകൂടി 70,865 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 4.78% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 13.76. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് 273 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയത്. 1013 പോയിന്റിന്റെ അഥവാ 2.15% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് ലഭിച്ചത്. ഇന്ന് ഓപ്പണായ 47,172 നിന്നും 668 പോയിന്റ് ലാഭത്തോടുകൂടി 47,840 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് 114 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 363 പോയിന്റ് അഥവാ 1.72% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 21,087 നിന്ന് 239 പോയിന്റ് ലാഭത്തിൽ 21,326 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. ഇനി കമ്മോഡിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇന്നലെ $74.48 ഉണ്ടായത് കുറഞ്ഞിട്ട് $72.81 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് ഇന്നലെ $2034 ഉണ്ടായത് വർദ്ധിച്ച് $2036.76 ആയിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ നില ഒരല്പം സ്ലിപ്പായിട്ടുണ്ട്. ഇന്നലെ 83 രൂപ 18 പൈസയായിരുന്നു ഒരു US ഡോളറിന്റെ വിനിമയ നിരക്ക്. ഇന്ന് അത് 83 രൂപ 27 പൈസയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,715 കോടിയുടെ ബൈങ്ങും 11,351 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,636 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ 9,750 കോടിയുടെ ബൈങ്ങും 8,285 കോടിയുടെ സെല്ലിംഗും നടത്തിയത് വഴി 1,464 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 26,139 കോടിയുടെ ബൈങ്ങും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 10,109 കോടിയുടെ ബൈങ്ങും ആണ് നടത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ 36,249 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 2.49% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ എല്ലാ സെക്ടറുകളും ഇന്നലെ റെഡിലാണ് അവസാനിച്ചതെങ്കിൽ ഇന്ന് എല്ലാ സെക്ടറുകളും ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ബാങ്ക് ബീസ് ഇന്ന് 1.11% ഉയർന്ന ലാഭ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഗോൾഡ് ബീസും ഓട്ടോ ബീസും ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഓറോ ഫാർമ ഇന്ന് 5.64% ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. അതേസമയത്ത് ബജാജ് ഓട്ടോ 1.8% ഹയസ്റ്റ് ലോസും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി. ഓറോ ഫാർമ
ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, PNB, ഹിൻപെട്രോ, REC ലിമിറ്റഡ്, ബാങ്ക് ഓഫ് ബറോഡ, IEX, PFC, പെർസിസ്റ്റന്റ്, പവർ ഗ്രിഡ്, BPCL, ബ്രിട്ടാനിയ ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിപ്പിച്ചപ്പോൾ ബജാജ് ഓട്ടോ, ബജാജ് ഫിനാൻസ്, ആക്സിസ് ബാങ്ക്, HCL ടെക്, ചോല ഫിനാൻസ്, സിപ്ല, ബജാജ് ഫിൻ സർവീസസ്, M&M, ബന്ധൻ ബാങ്ക്, മാരുതി, ICICI, GI, SBI ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ NSE നോക്കുകയാണെങ്കിൽ 1681 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 460 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ ഇന്ന് 1.04 ആണ് വന്നിരിക്കുന്നത്. ഇന്നലെ അത് ബെയറിഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 0.68 ആയിരുന്നു. ഇന്ന് അത് 1.04 ആയി മാറിയിട്ടുണ്ട്. 21,255 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്നും 123 പോയിന്റ് മുകളിലായിട്ട് 21,377 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലെ ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള ഡിഫറൻസ് 25 പോയിന്റ് ആയിരുന്നെങ്കിൽ ഇന്ന് അത് 123 പോയിന്റായി വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ നല്ല രീതിയിൽ മുകളിലോട്ട് കയറുന്നുണ്ട് എന്നർത്ഥം. എന്തായാലും ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.21 ആണ്. ഇന്നലെ അത് 0.69 ആയിരുന്നു. 47,840 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 252 പോയിന്റ് മുകളിലായിട്ട് 48,091 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിന്റെ കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ഡാറ്റ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇവിടെ ഒരു സപ്പോർട്ട് ലൈനാണ് 21,000 എന്ന സപ്പോർട്ട് ലൈനാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെ 87 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 2,33 ലക്ഷം കോളും 2,84 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 1.2 ആണ് PCR വരുന്നത്. 21,255 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലൈനായിട്ടാണ് അത് വന്നിരിക്കുന്നത്. 48,000 ഇവിടെ 27 ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ 91 ലക്ഷം കോളും 94 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. PCR 1 ആണ് വരുന്നത്. 47,840 മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത്. നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ 2023 വെള്ളിയാഴ്ച Japan National Core CPI, then Japan Monetary Policy Meeting Minutes, UK Business Investment, UK Current Account, UK Retail Sales, UK GDP, UK RBI MPC Meeting Minutes, US Core Durable Goods Orders, US PCE Price Index, US Personal Spending, US New Home Sales, US Baker Hughes Total Oil Rig Count. ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഒരു ബ്രേക്ക് ഈവനായിട്ട് അവസാനിപ്പിക്കുകയായിരുന്നു. കാരണം ഇന്ന് 914 ലോസിലാണ് ഞങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. 36 ട്രേഡുകളാണ് എടുത്തത്. പക്ഷേ പ്രോപ്പർലി സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചില്ല. നിഫ്റ്റിയിൽ ഇന്ന് 1.8% ലോസാണ് ഉണ്ടായത്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബ്രേക്ക് ഈവനായി 733 റുപ്പീസിൻ്റെ ലോസാണ് ഉണ്ടായത്. ഫിൻ നിഫ്റ്റിയിൽ 496 ലോസാണ്. മിഡ് ക്യാപ്പിൽ 262 പ്രോഫിറ്റാണ്. സെൻസെക്സിലാണ് ഒരു പ്രോഫിറ്റ് എന്ന് പറയാൻ 1.3% പ്രോഫിറ്റ് കിട്ടി. സ്റ്റോക്ക് ഓപ്ഷൻസും ജസ്റ്റ് ബ്രേക്ക് ഈവനായി പോയതേ ഉള്ളൂ. മറ്റു കാര്യമായ ഒരു മൂവ്മെൻ്റ് ഒന്നും തന്നെ ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. ദെൻ മൊത്തത്തിൽ ഈ മാസത്തത് ഇന്നലെ പറഞ്ഞതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 69.83% പ്രോഫിറ്റാണ് ഈ മാസം ഇതുവരെയായിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങൾ നാളെ മുതൽ എന്തായാലും ഇതിനകത്തൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ നാളെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കാം. നിഫ്റ്റി ഇന്ന് എക്സ്പയറി ഡേയിലാണ്. ഇന്നലെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇന്ന് വന്ന മെസ്സേജുകളിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്. ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിലാണെങ്കിൽ ലോവർ ലെവലിൽ തട്ടിയിട്ട് മുകളിൽ നമ്മുടെ നോട്രേറ്റ് സോണിലേക്ക് വരും എന്ന് പറഞ്ഞിരുന്ന ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവിടെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നു. ഇന്ന് ഡേ ലോ വരും എന്ന് പറഞ്ഞിരുന്ന 20,995 എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ. അവിടെ തട്ടി അവിടെ നേരെ ഞാൻ പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മറച്ചു വെക്കണ്ട. ഇവിടെ ഇൻ കേസ് ഒരു റെയർ കേസിൽ ഫർദർ ഫോള് വരികയാണെങ്കിൽ 20,745 നമ്മുടെ മന്ത്ലി പിവട്ട് വരെയും വരാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ വരെയൊന്നും പോയില്ല. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ നേരെ ഇന്നത്തെ ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ച് 20,995 തട്ടിയിട്ട് മാർക്കറ്റ് നേരെ നോട്രേറ്റ് സോണിൻ്റെ അടുത്തേക്ക് കയറി പോവാണ് ചെയ്തത്. അപ്പോൾ ഇന്നലെ CPRൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് ഒഴിവാക്കണം, എൻട്രി എടുക്കുന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക ആൾക്കാരും ഇവിടുന്ന് ഇവിടെ വരെ ഒരു പ്രോഫിറ്റാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി പേര് ഇന്ന് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ക്ലിയർലി നമ്മൾ റേഞ്ചിനകത്ത് തന്നെ വന്നിട്ട് ട്രേഡിങ് നടന്നിട്ടുണ്ട്. മോർണിംഗിൽ അതൊരു താഴോട്ട് പോയെങ്കിലും ക്ലിയർലി 2 ലെഗ് റിവേഴ്സൽ എന്ന ഒരു പാറ്റേൺ കാണിച്ചുകൊണ്ട് പിന്നെ മാർക്കറ്റ് മുകളിലോട്ടാണ് കയറി വന്നത്.
ഇവിടുന്ന് ക്ലിയർലി അത് നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോയി. നോ ട്രേഡ് സോണും കട്ട് ചെയ്തിട്ട് ഒരു ബുള്ളിഷ് മോഡിൽ മാർക്കറ്റ് എത്തി നിൽക്കുന്നുണ്ട്. പക്ഷേ ബുള്ളിഷ് ആണ് എന്ന് കരുതരുത്. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതേ രീതിയിലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് തന്നെ ഔട്ട് ഓഫ് റേഞ്ച് പോയി ഇമ്മീഡിയറ്റ്ലി റിക്കവർ ആയിട്ട് മുകളിലോട്ട് വന്നു. ഇനി മിഡ് ക്യാപ്പിലാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് അത്യാവശ്യം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഒരു സ്ട്രൈറ്റ് അപ്പ് മൂവ്മെൻറ്റ് ആഫ്റ്റർനൂൺ സെഷനിൽ കണ്ടിരുന്നുണ്ടല്ലേ. ഇവിടെ ഈ ഒരു ശരിക്കുള്ള 2 മണിക്ക് കറക്റ്റ് അപ്പ് മൂവ്മെൻ്റ് ആണ് അത് തന്നത്. വളരെ നല്ല ഒരു അപ്പ് മൂവ്മെൻ്റ് ആണ് തന്നത്. ദെൻ സെൻസെക്സിലും ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡുകൾ നേരെ വന്നിട്ട് ഇന്ന് റേഞ്ചിൻ്റെ അകത്തേക്ക് മാർക്കറ്റിനെ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രതിഭാസമുള്ളത്, നിങ്ങൾ എല്ലാ ദിവസവും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന നോ ട്രേഡ് സോൺ എന്ന് പറഞ്ഞ് 2 ലൈൻസ് അടുത്തടുത്തുണ്ട്. അല്ലെങ്കിൽ സി പി ആറിനെ വിട്ടേക്കും. നമ്മൾക്ക് സി പി ആർ ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ല. സി പി ആർ ഞങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. സോ ഈ നോ ട്രേഡ് സോൺ എന്നുള്ളത് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വാല്യൂസാണ്. ഈ നോ ട്രേഡ് സോണിനൊരു പ്രത്യേകതയുണ്ട്. 3-4 ദിവസം അത് ടച്ച് ചെയ്യാതെ, മാക്സിമം 3 ദിവസമാണ്, അത് ടച്ച് ചെയ്യാതെ പ്രൈസ് ആക്ഷൻ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം 3 ദിവസം, 3ാമത്തെ ദിവസം അത് തിരിച്ചു വന്നാൽ നോ ട്രേഡ് സോണിനെ ടച്ച് ചെയ്തിട്ട് വീണ്ടും അതേ ഡയറക്ഷനിൽ പോകും, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അങ്ങനെ ഒരു പ്രതിഭാസം കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെയൊക്കെ താഴോട്ട് നല്ലപോലെ ഇറങ്ങി വന്നു. ഇന്നിപ്പോൾ നോ ട്രേഡ് സോണിനെ ടച്ച് ചെയ്തിട്ടില്ല, അതിൻ്റെ അടുത്ത് വരെയും വന്നിട്ടുണ്ട്. മിക്കവാറും നാളെ നോ ട്രേഡ് സോണിന് ക്രോസിംഗ് ഉണ്ടാകും. പക്ഷെ എല്ലാ ഇൻഡെക്സിലും അങ്ങനെ അല്ല കേട്ടോ, അങ്ങനെ തെറ്റിദ്ധരിച്ച് നിൽക്കരുത്. ഈ സെൻസെക്സിൽ ക്രോസ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് കൺഫർമേഷൻ ഒന്നും തന്നെ പറയാനില്ല. വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു മാർക്കറ്റിൽ. ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൂടുതൽ ആൾക്കാരെ കൂടുതൽ ലോങ് ബിൽഡപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിനെ ഇറക്കി നിർത്തിയിട്ട് പിന്നീട് കളിക്കുന്നതാണ്. എന്തായാലും നാളത്തെ ക്യാൻഡിൽ ലോവർ ലെവലിൽ നമ്മുടെ 20,826 ടച്ച് ചെയ്തിട്ട് നമ്മുടെ റേഞ്ചിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. അതുവരെ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവർ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശ് പോകും. ഒരുപാട് നേരം ഹോൾഡ് ചെയ്യാനൊന്നും നിൽക്കരുത്. പെട്ടെന്ന് പ്രോഫിറ്റ് എടുത്ത് മാറാൻ ശ്രമിക്കണം. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതേ രീതിയിലാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 1000 പോയിന്റ് വീണു, ഇന്ന് 1000 പോയിന്റ് മുകളിലോട്ട് കയറി. അതേ രീതിയിലാണ് മൂവ്മെൻറ്റ് കിട്ടിയത്. നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. ദെൻ ഫിൻ നിഫ്റ്റിയും ഇത് നമ്മുടെ റേഞ്ചിൻ്റെ പുറത്താണ്. അതുകൊണ്ട് ഒരുപാട് പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല, നിങ്ങളുടെ സമയം മെനക്കെടുത്താണ് നിൽക്കുന്നില്ല. ഇവിടെ മിഡ് ക്യാപ്പ് ഇപ്പോൾ തിരിച്ച് നമ്മുടെ റേഞ്ചിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. സോ എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ആ ക്യാൻഡിൽ വന്നതിൻ്റെ ബോഡി ഓപ്പൺ ആയത് എവിടെയാണ്? 99,928 നമ്മുടെ മന്ത്ലി ലെവലാണ്. അവിടെ ഓപ്പൺ ആയിട്ട് എവിടെ അവസാനിച്ചിരിക്കുന്നത് നോക്കൂ, 10,189. അവിടെ ടച്ച് ചെയ്തു, അവിടെ അവസാനിച്ചു. കറക്റ്റ് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് വെച്ചതുപോലെയാണ് ക്യാൻഡിൽസ് വന്ന് ഫോം ചെയ്തിരിക്കുന്നത്. അതാണ് റാസ് ലെവൽസിൻ്റെ ഒരു ബ്യൂട്ടി. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതാണ് അതിൻ്റെ ആക്യുറസിയുടെയും രഹസ്യം. സോ ആ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ദെൻ സെൻസെക്സ് നമ്മുടെ റേഞ്ചിലോട്ട് ഇറങ്ങി വരട്ടെ, എന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം. നാളെ സെൻസെക്സിൻ്റെ എക്സ്പയറിയാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ ട്രേഡുകൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റാസ് ലെവൽസ്, മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണ് റാസ് ലെവൽസ് പറയുന്നത് നോക്കാം. ഇന്നത്തെ ഡേ ഹൈയും ലോയും ഗ്രീൻ ലൈൻസ്, നാളത്തെ ഡേ ഹൈയും ലോയും, വരാൻ സാധ്യതയുള്ള ഡേ ഹൈയും ലോയും യെല്ലോ ലൈൻസ്. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈയേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ഹൈ എന്നാണ് റാസ് ലെവൽസ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്നത്തെ ഡേ ലോനേക്കാളും മുകളിലായിരിക്കും നാളത്തെ ഡേ ലോ. അതായത് മാർക്കറ്റ് ഇന്നത്തതിനേക്കാളും ഒരുപടി മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുക എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. ഇതിന് മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റാസ് ലെവൽസിൻ്റെ റേഞ്ച് നീളമുണ്ട്. വളരെ ചെറിയ റേഞ്ചിനകത്താണ് റാസ് ലെവൽസ് വന്ന് നിൽക്കുന്നത്. അതായത് 770, 426, 70, 407 നോ ട്രേഡ് സോണായിട്ട് വന്നിട്ടുള്ളത്. CPR വളരെ വൈഡാണ്. സോ എന്തായിരിക്കും നാളത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ഏകദേശം ഒന്ന് ഊഹിച്ചെടുക്കുക. ഇത്രയും നാളെ റാസ് ലെവൽസിനെ കുറിച്ച് ഞാൻ ഘോരഘോരം പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ റാസ് ലെവൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ഊഹിച്ചെടുക്കുക. അല്ലെങ്കിൽ നാളെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് റിയൽ മാർക്കറ്റിൽ നോക്കി മനസ്സിലാക്കുക. എന്തായാലും മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് ഔട്ട് ഓഫ് റേഞ്ച് ട്രേഡുകളായിരിക്കും കിട്ടുക. മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് ലൈവ് മാർക്കറ്റ്. എന്തായാലും റാസ് ലെവൽസ് നമ്മളോട് പറയുന്ന മാർക്കറ്റ് ഒരു ഹയർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. സോ അതിനായിട്ട് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. മാർക്കറ്റ് പ്രവചനങ്ങളെ പൂർണ്ണമായും കണ്ണടച്ച് വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് പോയി പൊസിഷൻ രാവിലെ എടുക്കരുത്. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ട്രെൻഡ് കൺഫേം ആയതിനു ശേഷം ആ ട്രെൻഡിൻ്റെ കൂടെ പോവുക. ഓൾ റൈറ്റ്.
കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി നൽകാം. ഇവിടെ കഴിഞ്ഞ വീഡിയോ, അതായത് ഡിസംബർ 20 വീഡിയോ കണ്ടിരിക്കുന്നത് 3378 പേരാണ്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് 3000-ന്റെ മുകളിൽ ആൾക്കാർ ഈ വീഡിയോ കാണുന്നത്. താങ്ക് യു വെരി മച്ച് എല്ലാവരോടും. അതേപോലെ ട്രേഡേഴ്സ് അരീന എന്ന ഈ ചാനൽ 8440 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു റാഫിൽ ഡ്രോ നടക്കാനുണ്ട്. എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫോം ഇട്ടിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുക. മോസ്റ്റ് പ്രോബ്ലി നാളെ ഈവനിങ്ങിൽ നമുക്ക് അതിൻ്റെ ഡ്രോ നടത്താൻ ശ്രമിക്കാം. ദെൻ കമൻസ് 94 കമൻറ്റുകളാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഹരിദാസ് പറഞ്ഞു, താങ്ക്സ് ഫോർ യുവർ ഡെഡിക്കേറ്റഡ് വർക്ക് ഇൻ ഷെയറിംഗ് യുവർ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസ്. പ്ലീസ് കണ്ടിന്യൂ യുവർ വർക്ക്. വി ആർ ഹിയറിംഗ് valuing your hard work in collecting informations. Very thanks. Thank you very much, brother. Thank you very much. Really appreciated. Priya Augustine, I saw most of the groups was predicting Nifty down will continue ripple effect something, but I just followed your advice today, and today Nifty exactly was saying sideways. Thank you very much. Really appreciated. Vinod, thank you sir for the great informations. It's more helpful to success making in stock market. Thank you very much, brother. Alexander, ഇന്നലെ പറഞ്ഞതുപോലെ സംഭവിച്ചു, ഇന്നിടിഞ്ഞു വീണു. താങ്ക് യു. ഇത് ഓക്കെ, അത് മിനിഞ്ഞാന്നത്തെ പറഞ്ഞതിൻ്റെയാണ്. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഇന്നത്തെ വീഡിയോയിലായിരിക്കും കമൻ്റ് ഇടുക. Then Shahim, thank you Rashid ka, very good profit today. Thank you very much, brother. Rasina Mujib, training അറിവില്ലാത്തവരാണ് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. സർ ഇപ്പോൾ സത്യത്തിൽ വിജയിക്കുന്നവരെ തളർത്താൻ ഒരുപാട് പേർ വരും. നെവർ മൈൻഡ് ഇറ്റ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് അറിവ് പകരാൻ ഈ സെഷൻ വളരെ ഉപകാരമാകുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു വെരി മച്ച് മാഡം. ദെൻ സജു PM, absolutely great. Thank you very much. Really appreciated. ഇന്നും 10% ഇതാരാ പറഞ്ഞാൽ കേട്ടിരിക്കാം കഥ. ഇന്നും 10% നഷ്ടം ഉണ്ടായതിനാൽ കുറച്ച് ദിവസത്തേക്ക് ട്രേഡിങ്ങിൽ നിന്നും ക്വിറ്റ് ചെയ്യുകയാണ്. വീഡിയോ വളരെയധികം നന്നാകുന്നുണ്ട്. മുന്നോട്ട് തന്നെ പോവുക. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സ്വന്തം അനാലിസിസ് ആണെന്ന് തോന്നുന്നു. ചില ദിവസങ്ങളിൽ ഇതേപോലെ പോസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക. ലോസ് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ലോസ് 10% ഒന്നും ഒരിക്കലും നഷ്ടത്തിലേക്ക് കൊണ്ടുപോകരുത്. മാക്സിമം ലോസ് എന്ന് പറയുന്ന 6%. പ്രോഫിറ്റ് ആണെങ്കിൽ 10% കണ്ടാൽ നമുക്ക് നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ 10% കണ്ടാൽ നിർത്തുകയാണെങ്കിൽ പോലും നിങ്ങൾ മന്ദൻ്റെ ആകുമ്പോൾ വിജയിക്കും. ഇവിടെ ഹർഷദ് MP, വീഡിയോ ഉഷാർ. താങ്ക് യു വെരി മച്ച് ബ്രദർ. SBM ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. എന്തായാലും ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടിരുന്നു. താങ്ക്സ് ഫോർ ദ ഡീറ്റെയിൽഡ് റെസ്പോൺസ് ഫോർ മൈ യെസ്റ്റർഡേയ്സ് കമൻറ്റ് എന്താണെന്ന് ഞാൻ മറന്നുപോയി. ലെജൻഡറി ബീസ്റ്റ്, താങ്ക് യു വെരി മച്ച്. ശരത് കുമാർ, താങ്ക് യു വെരി മച്ച്. രാജ് പൂക്കാട്ട്, താങ്ക് യു ഫോർ ദ അപ്ഡേറ്റ്. താങ്ക് യു വെരി മച്ച് ബ്രദർ. മുത്തുയാമാമ, മുത്തുയാമാമ എനിക്ക് മെസ്സേജ്, ഇദ്ദേഹം ഒമാനിലോ എവിടെയോ ആണ്, എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. താങ്ക്സ് ഫോർ ദ വീഡിയോ. മില്യൺ വേഗമാവട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിച്ച് ഞാൻ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മല പോലെ ആഗ്രഹിക്കണം, എന്നാലേ നമുക്കൊരു തേങ്ങ പോലെയെങ്കിലും കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. അതേപോലെ 1 മില്യൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കുന്ന, അച്ചീവ് ചെയ്യാൻ ഒരുപാട് ദൂരം സമയം ആവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എന്നെ അത്രയും അതിലേക്ക് ഡ്രൈവ് ചെയ്യാൻ, എനിക്ക് അവിടെ എത്തണം എന്ന ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ, ആ ഒരു ഫയർ, ആ തീപ്പൊരി നിലനിർത്താൻ ഇങ്ങനെയുള്ള വലിയ ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന ടാർഗറ്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയൊക്കെ നമുക്ക് എത്താൻ പറ്റും. ഇവിടെ നോർമലി നമ്മൾ ഈ ടാർഗറ്റ് സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് 100 മീറ്റർ ഓടാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ 1 കിലോമീറ്റർ ടാർഗറ്റ് സെറ്റ് ചെയ്യും. എനിക്ക് 1 കിലോമീറ്റർ ഓടണം എന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എനിക്ക് 200 മീറ്ററെങ്കിലും ഓടാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ തളർന്നു വീണാലും 100 മീറ്റർ ടാർഗറ്റ് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് 100 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും. പിന്നെ ഫർദർ അവിടെ എനിക്ക് മോട്ടിവേഷൻ ഇല്ല, എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ടാർഗറ്റ് ഇല്ല. ഞാൻ ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ഞാൻ വിജയിച്ചു എന്നൊരു തോന്നൽ എന്നെ തളർത്തും. അതോടുകൂടി ഞാൻ അലസനായി മാറും. അതുകൊണ്ട് എന്തിൽ ട്രേഡിങ്ങിലായാൽ പോലും ഞങ്ങൾ 100% പ്രോഫിറ്റ് അച്ചീവ് ചെയ്യണം എന്നാണ് പറയാറുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ 20% എങ്കിലും അച്ചീവ് ചെയ്യും. കാരണം അവിടെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് വരെയും ഇവർ റെസ്റ്റ് എടുക്കില്ല. വിജയിച്ചു എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാവില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ സെറ്റ് ചെയ്യുന്നത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ശരിക്കും പ്രോപ്പർലി അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഇതാരാ ലെജൻഡറി ബിസിനസ് HDFC will fall by next quarter 3 result.
100%. I think Nifty will be in bearish till 2024 April. ഇലക്ഷൻ വരെ ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. നോക്കാം, എന്തായാലും മാർക്കറ്റാണ്, എങ്ങോട്ടും പോകാം. അതിന് കൃത്യമായി ഒരു മുൻവിധിയൊന്നുമില്ല. ഓരോരോ ന്യൂസിൻ്റെ അല്ലെങ്കിൽ പോളിസീസിൻ്റെ ബേസിലാണ് അത് നീങ്ങുന്നത്. നോക്കാം, എന്തായാലും താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും നമുക്ക് ഇൻട്രാഡേയിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. താങ്കളുടെ സലീം സിയൻ, താങ്കളുടെ പ്രസൻറ്റേഷൻ അടിപൊളി, നെഗറ്റീവ് കമൻസ് നെഗ്ലക്റ്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ബ്രദർ, ചില സമയത്ത് ഈ ചൊറിയുന്നവർ, നമ്മൾ കൊതുകൊക്കെ അടിക്കുമ്പോൾ എത്ര നമ്മൾ എന്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചില സമയത്ത് കൊതുക് അടിച്ചാൽ നമുക്കത് ഭയങ്കര ഇറിറ്റേഷൻ വരും. കൊതുകിനെ അത്ര എന്താ പറയുക, ഒന്ന് ശരീരം അനങ്ങിയാൽ അത് പറന്നു പോകും, പക്ഷേ അത് നമുക്ക് ചില സമയത്ത് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെയാണ് ടിജോ പോൾ, നൈസ് പ്രിഡിക്ഷൻസ്, താങ്ക് യു വെരി മച്ച് ബ്രദർ. ദെൻ ഷാജി ജോസഫ് 47525 വരെ ലോ വരും എന്ന ഇക്കയുടെ വ്യൂ മാനിച്ച് 47,600 PE 7 രൂപക്ക് വാങ്ങിച്ചു, 100 വിറ്റു. താങ്ക്സ് ഇക്ക. ഓക്കെ, അടിപൊളി അടിപൊളി, അങ്ങനെ ആയിരിക്കണം ട്രേഡ്. 7 രൂപക്ക് വാങ്ങിച്ച് 100 രൂപ, 15 ഇരട്ടിയാണ് വന്നിരിക്കുന്നത്. അടിപൊളി. എന്തായാലും സുനിൽ KV, ഞാൻ ആദ്യമായാണ് ചാനൽ കാണുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ഫോൾ ആൻഡ് നാളത്തെ എക്സ്പെക്റ്റേഷനെ കുറിച്ച് അറിയാൻ വേണ്ടി യൂട്യൂബ് സെർച്ച് ചെയ്തതാണ്. ഇന്ന് എൻ്റെ ഓപ്ഷൻ ബൈയിങ് അക്കൗണ്ട് ഓൾമോസ്റ്റ് വാഷ് ഔട്ട് ആയി. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി. CE ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നു. ആവറേജ് ചെയ്ത് പണി കിട്ടിയതാണ്. മൈൻഡ് സെറ്റ് കറക്റ്റ് അല്ല. ഇത്രയൊക്കെ ഫോൾ വന്നിട്ടും ട്രേഡ്സ് എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും ബ്രദർ, ഞാൻ എല്ലാവരോടും പറയുന്നത് എന്താ പറയുക, ട്രേഡ് വിത്ത് ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡിനൊപ്പം പോവുക. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പല ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിൽ ഒരു ഫോള് കണ്ടു കഴിഞ്ഞാൽ, ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 250-300 പോയിന്റ് ഫോള് കണ്ടു കഴിഞ്ഞാൽ അവർ പറയും ഓക്കെ ശരിക്കും വീണിട്ടുണ്ട്, ഇപ്പം മുകളിലോട്ട് കയറുന്ന പറഞ്ഞിട്ട് അവർ കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ട് അവിടെ കാത്തിരിക്കും. മാർക്കറ്റ് അവിടെ നിന്ന് ഫർദർ താഴോട്ട് പോകും. ഇതേപോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ കുതിച്ച് കയറിപ്പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ഇപ്പം പൊട്ടുന്ന വഴി പുട്ടും വാങ്ങിച്ചിട്ട് അവിടെ കാത്തിരിക്കും. മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് മുകളിൽ പോയിട്ട് ഈ പുട്ട് 0 ആവും. എന്തിനാണ് നമ്മൾ ഇങ്ങനെ മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ട്രേഡ് ചെയ്യാൻ ഇറങ്ങരുത്. മാർക്കറ്റിൽ നിങ്ങൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് എങ്ങോട്ടാണ് എന്നുള്ളത്, അതിനപ്പുറത്ത് അവിടെ പോയി തട്ടി, അതായത് റെയിൽപാളം അവസാനിച്ച് തന്നെ ട്രെയിൻ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കരുത്. ആ ട്രെയിൻ പോയത് ചിലപ്പോൾ അവിടെ തന്നെ എന്നതേക്കും കൊണ്ടുപോയി ഇടാൻ പോയ ട്രെയിനായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മുൻവിധിയോടുകൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യരുത്. മാർക്കറ്റിന് എന്താണോ നിങ്ങളുടെ കൺമുന്നിൽ കാണുന്നത് അതിൻ്റെ കൂടെ പോവുക. നിങ്ങൾക്ക് പോകണമെങ്കിൽ കിഴക്കോട്ടുള്ള ബസ്സിന് നിങ്ങൾ കയറുക, അല്ലാണ്ട് പടിഞ്ഞാറോട്ട് പോകുന്ന ബസ്സിന് ടിക്കറ്റ് എടുത്ത് ആ പടിഞ്ഞാറോട്ട് പോയി അത് തിരിച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുക. അല്ലാണ്ട് കിഴക്കോട്ട് പോകുന്ന ബസ്സിന് കയറണം. എങ്ങോട്ടാണോ മാർക്കറ്റ് പോകുന്നത് അങ്ങോട്ട് കയറണം. ഓക്കെ, എന്തായാലും താഹിറ അസീസ്, താങ്ക് യു വെരി മച്ച്, യു ആർ ഗ്രേറ്റ്. ഓ താങ്ക് യു വെരി മച്ച്. ദെൻ മുഹമ്മദ് മുസ്തഫ, വളരെ നല്ല വിവരണം, താങ്ക് യു വെരി മച്ച്. ആൻഡ് ഡേവിസ്, താങ്ക് യു വെരി മച്ച്. വിജയകുമാർ തെറ്റിക്കാട്ടിൽ, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ദേവരാജ മാധവൻ, മാർക്കറ്റ് പ്രെഡിക്ഷൻ 100% ആർക്കും സാധ്യമാവില്ല. താങ്കളുടെ ചാനലിലെ ഇൻഫർമേഷൻ ഒരുമിച്ച് ലഭിക്കും. താങ്ക്സ്, ഗോ ഹെഡ്. താങ്ക് യു വെരി മച്ച്. ഇത് കൃത്യമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. മാർക്കറ്റ് പ്രിഡിക്ഷൻ 100% സാധ്യമാവില്ല. ഞാൻ പറയും 1% 1% പ്രോബബിലിറ്റി അതിന് കൊടുക്കാൻ പാടുള്ളൂ. ലൈവ് മാർക്കറ്റിൽ എന്താണോ കാണുന്നത്, ഇന്നലെ അങ്ങേരെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാർക്കറ്റ് ഇന്ന് താഴോട്ട് തന്നെ പോകും എന്നൊന്നും ചിന്തിക്കരുത്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, ചിലപ്പോൾ പോയേക്കാന്നുള്ളത്, ഞാൻ മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകാം. ഇനി അതല്ല, പറഞ്ഞത് തെറ്റിയിട്ട് മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ കൂടെ പോവുക. അവിടെ പറഞ്ഞതിനൊരു വാല്യൂ ഇല്ല. എല്ലാ ഇൻഫർമേഷൻ ലഭിക്കുക എന്നുള്ളത്, ഞാൻ ഏതൊരു ട്രേഡറിനെ പോലും ഞാനും ട്രേഡ് ചെയ്യുന്ന സമയത്ത് മണി കൺട്രോളിലും അവിടെ ഇവിടെ നാളെ എന്തൊക്കെയാണ് വരാനുള്ള, എന്തൊക്കെയാണ് സംഭവങ്ങളെല്ലാം തപ്പി നടന്ന് മൊത്തം പ്രൈസ് ആക്ഷനൊക്കെ അനലൈസ് ചെയ്ത്, ഞാൻ ഒരാൾ ചെയ്തത് എനിക്കൊരാൾക്ക് മാത്രമേ ആകുന്നുള്ളൂ. അപ്പം ഞാൻ കരുതിയത് എന്നെ പോലെ ഒരുപാട് പേരിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തപ്പി നടക്കുന്നുണ്ട്. അവർക്കൊരു സപ്പോർട്ട് എന്ന രീതിയിലാണ് ഞാൻ ഈ ഡാറ്റ ഷെയർ ചെയ്യാൻ തുടങ്ങിയത്. അത് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ദെൻ ഹരിനാഥ് കുട്ടൻ, താങ്ക് യു വെരി മച്ച്. നിഷാദ് പട്ടേപ്പാടൻ, താങ്ക് യു വെരി മച്ച്. നിഷാദ് ഇപ്പോൾ ഒന്നും പറയുന്നില്ല, മാർക്കറ്റിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒന്നും പറയാറില്ല. അജേഷ് കുമാർ, താങ്ക് യു വെരി മച്ച്. ലിജോ എം ജോസഫ്, ഓക്കെ, ഗുഡ്, താങ്ക് യു വെരി മച്ച്. യൂസഫ് കാവിൽ, താങ്ക് യു വെരി മച്ച്. രഞ്ജിത്ത് പൊടിയൻ, താങ്ക് യു വെരി മച്ച്, നൈസ് ക്ലാസ്, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു വെരി മച്ച്. ഷാജി മാളിയേലിൽ, ഗുഡ് പ്രസൻറ്റേഷൻ സർ. ടു ഗുഡ് ഫാർമ ഷെയർ പറയാമോ? കോവിഡ് പാനിക് ടൈമിൽ ഫാർമ സെക്ടർ ഗുഡ് അല്ലേ? തീർച്ചയായിട്ടും അതായത് കൊറോണ കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ മാസ്ക് സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ മെഡിസിൻസ്,
എന്തിന് പാരസെറ്റമോൾ ഗുളിക അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും. ആ സ്റ്റോക്കുകളിലും നല്ല ഒരു ബൂമിങ് ഉണ്ടാവും. കഴിഞ്ഞ കൊറോണ റിക്കവറി സമയത്ത് എനിക്ക് തോന്നുന്നു ബോംബെ ഓക്സിജൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടായിരുന്നു. ബോംബെ ഓക്സിജൻ എന്ന് പറയുന്നത് ശരിക്കും ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന കമ്പനി അല്ല, അതിൻ്റെ പേരങ്ങനെയാണ്. ബോംബെ പേര് ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. അതിൽ ഓക്സിജൻ എന്നൊരു പേരുണ്ട്. അത് ഭയങ്കര രസകരമായ കാര്യമാണ്. പക്ഷേ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് തന്നെ ഓൾമോസ്റ്റ് 100% കയറിപ്പോയിട്ടുണ്ടായിരുന്നു. കാരണം ഫാർമ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ വെച്ചാണ് നമ്മൾ സ്റ്റോക്ക് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിജൻ എന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കൊറോണ പിടിച്ച് മരിക്കാൻ കിടക്കുന്നവർക്കൊക്കെ ഓക്സിജൻ വേണമായിരുന്നു. അപ്പോൾ ബോംബെ ഓക്സിജൻ എന്നുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്നാണ് എൻ്റെ ഓർമ്മ. ആ ഓക്സിജൻ കമ്പനി പോലും 2 ഇരട്ടി മുമ്പ് ഒരു പരീക്ഷ റിസൾട്ടിൻ്റെ കാര്യത്തിൽ പറയാനുണ്ടായിരുന്നു. പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് കടല വിറ്റ ആൾക്ക് പോലും മുഴുവൻ A+ എന്ന്. അതേ രീതിയിലുള്ള സംഭവമാണ്. അതൊക്കെ ചരിത്രങ്ങളാണ്, വളരെ ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ. ആ കമ്പനിയൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. ബോംബെ ഓക്സിജൻ എന്നാണ് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. റസീന മുജീബ്, താങ്ക് യു വെരി മച്ച്. രഞ്ജിത്ത് കെ, സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്യുമ്പോൾ ബ്രോക്കർക്ക് വീണ്ടും ഫീ വരും? ഒരിക്കലുമില്ല. ഓരോ ഓർഡറും എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ, അതായത് നിങ്ങളൊരു ഓർഡർ അവിടെ പ്ലേസ് ചെയ്തു എന്ന് കരുതിയിട്ട് നിങ്ങളോട് അവർ ചാർജ് വാങ്ങില്ല. ആ ഓർഡറിൽ ഒരു എക്സിക്യൂഷൻ, അത് പോയിട്ട് സ്റ്റോപ്പ് ലോസിൽ ഒരു സെൽ ഓർഡറാണ്, സെല്ലായിട്ടുണ്ടെങ്കിൽ അതിന് ചാർജ് നിങ്ങൾ കൊടുക്കണം. അത് മോഡിഫൈ ചെയ്താലൊന്നും കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. അനീഷ് സലാല, നെഗറ്റീവ് കമൻസ് ടയേർഡ് ആക്കല്ലേ ബ്രോ, നിങ്ങൾ അടിപൊളിയാണ്. താങ്ക് യു വെരി മച്ച്. ഒരിക്കലും അതൊന്നും ടയേർഡ് ആക്കില്ല. പക്ഷേ കൊതുകടിക്കുന്നത് പോലെയുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാവും ചില സമയത്ത് ഇങ്ങനെയുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഞാൻ എഫേർട്ട് എടുത്താണ് ഇത് ചെയ്യുന്നത്. ഡാറ്റ കളക്ട് ചെയ്യാൻ ഇത്രയും വൈകി ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് പോലും ഡാറ്റ കളക്ട് കിട്ടാൻ വൈകുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിന് ഒരു അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബട്ട് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും. അതുപോലെ അതിനെ എന്തിനാണ് നെഗറ്റീവ് അടിച്ച് വെറുപ്പിക്കുന്നത്, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. കിഡ്സ് വീഡിയോസ് ഫോർ കിഡ്സ്, താങ്ക് യു വെരി മച്ച്. ടിങ്കർ ബ്രോ, താങ്ക് യു വെരി മച്ച്. ആൻഡ് ബേക്കൻ ഫ്ലേക്ക് സബ്സ്ക്രൈബ്ഡ്. സർ, അദാനി പവർ ASM ലിസ്റ്റിലുണ്ട്, ഞാൻ അത് ഹോൾഡിംഗ് ആണ്, എനിക്കത് സെയിൽ ചെയ്യാൻ പറ്റുമോ? എക്സിറ്റ് കൊടുക്കുമ്പോൾ ഒരു വാർണിംഗ് ബോക്സ് വരുന്നു, ഇനി എന്നാണ് എനിക്ക് അദാനി സെല്ല് ചെയ്യാൻ പറ്റും? ഏത് സ്റ്റോക്ക്? ASM കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഡീഷണൽ സെക്യൂരിറ്റി മെഷേഴ്സ് എന്നാണ്. അതായത് ഒരു സ്റ്റോക്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൈസ് മാനിപ്പുലേഷൻ നടക്കുന്നതായിട്ട് ഇവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് അപ്പർ സർക്യൂട്ട് അടിച്ചു പോകുന്ന ഒരു സ്റ്റോക്കാണെങ്കിലൊക്കെ അവരത് ASM കാറ്റഗറിയിലേക്ക് മാറ്റും. അപ്പോൾ 5% മാത്രമേ അപ്പർ സർക്യൂട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും പറ്റും. വാങ്ങുമ്പോൾ തന്നെ അവിടെ നമുക്കൊരു മെസ്സേജ് വാർണിംഗ് പറഞ്ഞത് ASM കാറ്റഗറിയിലുള്ള സ്റ്റോക്കാണ്, നിങ്ങൾക്ക് വാങ്ങണം എന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കും. യെസ്, എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് വാങ്ങിച്ചു തരികയും ചെയ്യും, ഏത് ബ്രോക്കറിൻ്റെ ആപ്പായാലും. അതേപോലെ സെല്ല് ചെയ്യുമ്പോഴും ഈ സ്റ്റോക്ക് ASM കാറ്റഗറിയിലുള്ളതാണ്, നിങ്ങൾ സെല്ല് ചെയ്യണം നിർബന്ധം ഉണ്ടോയെന്നോ അങ്ങനെ ആ ഒരു സെൻസിലുള്ള ഒരു വാർണിംഗ് വരും. നമ്മൾ യെസ് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സെല്ലാവുകയും ചെയ്യും, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ദെൻ ആൽബിൻ ജോയ് പുത്തൻ പുരക്കൽ സബ്സ്ക്രൈബ്ഡ്, താങ്ക് യു വെരി മച്ച് ബ്രദർ. രാം മത്തോടി, വൈ ഡോണ്ട് യു പുട്ട് യുവർ ഒറിജിനൽ ട്രേഡ്സ്? ബ്രദർ, ഇതിവിടെ വരുന്ന എല്ലാ ട്രേഡുകളും ഞാൻ എടുക്കാറില്ല. ഞങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ട്രേഡുകൾ എടുക്കാറുണ്ട്, ബാക്കി എല്ലാ ട്രേഡുകളും ഞങ്ങൾ എടുക്കാറില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ സോഫ്റ്റ്വെയർ വൺസ് അത് റെഡി ആയി കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ കോൾസും അത് ട്രേഡ് ചെയ്യും. എന്തുകൊണ്ടാണ് ഞാനിത് എല്ലാ ട്രേഡ്സും എടുക്കാറില്ല എന്ന് പറയുന്നത്? ഞാൻ ഒരാൾ ട്രേഡ് എടുക്കാൻ ഫുൾ കോൺസെൻട്രേഷൻ എൻ്റെ ട്രേഡിലേക്ക് പോയി കഴിഞ്ഞാൽ 6 അറ്റ്ലീസ്റ്റ് 5 ഇൻഡെക്സ് പ്ലസ് 5 സ്റ്റോക്ക് ഓപ്ഷൻസ് 10 എണ്ണത്തിലേക്ക് ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ കൂടുതലും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 ഇൻഡെക്സ് ഒക്കെ ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ റിയൽ മണി ട്രേഡുകൾ ഇവിടെ പോസ്റ്റ് ചെയ്യാത്തത്. പിന്നെ ഇത് ഞങ്ങൾ എടുത്ത ട്രേഡുകളുടെ ഒരു റെക്കോർഡ് മാത്രമാണ്. ഇത് ഞങ്ങളെ ഗ്രൂപ്പിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇതേ പെർസെൻറ്റേജ് ഇതേ രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിഫ്റ്റി എടുക്കുന്നവർക്ക് നിഫ്റ്റിയുടെ പ്രോഫിറ്റ് അതേ രീതിയിൽ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ 900 റുപ്പീസിൻ്റെ ലോസാണ് കാണിച്ചത്. പക്ഷേ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ പ്രോഫിറ്റിലായിരിക്കും. കാരണം ഓരോ ട്രേഡുകളും ഓരോ ബാങ്ക് നിഫ്റ്റി എടുക്കുന്നവരുണ്ട്, നിഫ്റ്റി ചില ആൾക്കാർ ലോസിലായിരിക്കും, അവരെടുക്കുന്ന ഇൻഡെക്സ് ലോസിലായിരിക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലൊരു പെർഫോമൻസ് കിട്ടുമെന്നാണ്. ബാക്കിയുള്ളതൊക്കെ ഓരോ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നോക്കുക. നിഫ്റ്റിയുടേത് പ്രോഫിറ്റ് ആണെങ്കിൽ ആ കൂട്ടത്തിൽ നിഫ്റ്റി എടുക്കുന്ന എല്ലാവർക്കും തന്നെ അന്ന് പ്രോഫിറ്റ് ആയിരിക്കും. ആ രീതിയിലാണ് പോകുന്നത്. റസാഖ് രാവങ്കര, റഷീദ് ബൈ, ഗുഡ് ഇൻഫർമേഷൻ. നാട്ടിൽ എവിടെയാണ്? ഞാൻ കണ്ണൂരാണ് ബ്രദർ. ദെൻ അരുൺ കാരോട്ടുമലയിൽ, വെക്കേഷൻ ബുക്കിംഗ് ആയി തുടങ്ങി എന്ന് തോന്നുന്നു. നോക്കാം, എന്തായാലും ക്രിസ്മസിൻ്റെ പടക്കം പൊട്ടിക്കലൊക്കെ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ. വിനീത, എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ.
ഇതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യാനൊന്ന് ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായും നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ട്യൂട്ടോറിയൽസിൻ്റെ. അത് പരമാവധി അതിൽ നിന്നും ഇൻഫർമേഷൻ ബേസിക് നോളജ് എടുത്തുക. എന്നിട്ട് ഫർദർ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കുകയാണ്, എല്ലാം തന്നെ മറുപടി പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. ദെൻ ടൈറ്റസ് വർഗീസ്, ഓക്കെ, ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാറുണ്ട്, എങ്ങനെയാണ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റുക? ഓക്കെ, ഫോൺ നമ്പർ ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ദെൻ gmail.com, താങ്ക് യു വെരി മച്ച്. ആൻഡ് സജി വാസുദേവൻ, താങ്ക് യു വെരി മച്ച്. ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു, എല്ലാത്തിനും ഞാൻ കമൻറ്റ് മറുപടി പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ മെസ്സേജുകളും ചോദ്യങ്ങളൊക്കെ വരട്ടെ. എന്നാൽ പറ്റുന്ന എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.